ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയുടെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഏറെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ഹൃദയത്തിലേറ്റുകയാണ്. കരുണയുടെ പാപ്പ എന്നറിയപ്പെടുന്ന സഭയുടെ വലിയ ഇടയന്റെ ജൂബിലി ആഘോഷങ്ങൾക്കായി നാളുകളായുള്ള തയ്യാറെടുപ്പിലായിരുന്നു വത്തിക്കാൻ. ക്രൈസ്തവർക്കും ഇതര മതസ്ഥർക്കും തന്റെ പൗരോഹിത്യത്തിലുള്ള അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അസംഖ്യങ്ങളാണ്. 50 വർഷത്തെ പൗരോഹിത്യ അജപാലന ശുശ്രൂഷകൾ ലോക ചരിത്രത്തിലെ സമാധാനത്തിന്റെ പുതുവഴികൾ തുറന്ന യാത്ര കൂടിയായിരുന്നു. വലിയ ഇടയന്റെ സുവർണ ജൂബിലിയിൽ ഷെക്കൈന ടെലിവിഷൻ ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആഗോള സഭയുടെ പരമാധികാരിയായി 2013 ചുമതലയേറ്റ ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പ ലോകം മുഴുവന്റെയും ചരിത്രം തന്റെ വിശ്വാസ സാഹോദര്യ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെഴുതുകയായിരുന്നു. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരിലേക്കും പാവപ്പെട്ടവരിലേക്കും കടന്നു ചെന്ന് അവരിൽ ഒരാളായി സ്വരമുയർത്തിയ പാപ്പ മാറ്റത്തിന്റെ പാപ്പ കൂടിയായിരുന്നു. 2013 മാർച്ച് 13 വത്തിക്കാനിലുയർന്ന വെളുത്തപുക ആഗോള സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വിളംബരമായിരുന്നു. അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ബർഗോളിയോ സഭയുടെ തലവനായി അഭിഷിക്തനായ ദിനം. പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് നിയുക്തനായ 266ാമത് പാപ്പയായിരുന്നു അദ്ദേഹം. അർജന്റീനയുടെ ആഭ്യന്തര വിപ്ലവകാലത്ത് സഭയെ നേരായ വഴിയിൽ നയിക്കാൻ തന്റെ കർദിനാൾ സ്ഥാനം അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനവും പ്രീതിയും ലഭിച്ചിരുന്നു. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള ആദ്യത്തെ പാപ്പ തന്റെ നിലപാടുകളിലും ആശയങ്ങളിലും തികച്ചും അനന്യനായിരുന്നു. ജീവിത ലാളിത്യവും കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും അനേകരിൽ ക്രൈസ്തവ സ്നേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പാപ്പയുടെ ജീവിത വഴികൾ തികച്ചും സാധാരണമായിരുന്നു. അതിനാൽ തന്നെ സാധാരണക്കാരുടെ സ്വരം ശ്രവിക്കുവാനും അവരുടെ സ്വരമാകുവാനും പാപ്പയ്ക്ക് കഴിഞ്ഞു. ഇറ്റലിയിൽ നിന്നും ബ്യൂണസ് ഐറിസിൽ കുടിയേറിയ റെയിൽവേ ജീവനക്കാരൻ മാരിയോ ജോസ് ബെർഗോളിയോയുടെയും റെജീന മരിയ സിവോരിയായുടെയും 5 മക്കളിൽ ഒരാളായാണ് 1936 ഡിസംബർ 17 ബെർഗോളിയോ ജനിച്ചത്. അപ്രതീക്ഷിതമായി ഒരു സായാഹ്നത്തിൽ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവവിളി അദ്ദേഹം തിരിച്ചറിഞ്ഞു. സാൻ ജോസ് ഡി ഫ്ലോറൻസ് ബസിലിക്കയിൽ വെച്ചായിരുന്നു അത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ കൂട്ടുകാരുമൊത്ത് ഒരു വിനോദയാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് കുമ്പസാരിക്കണം എന്ന് തോന്നി. ആ കുമ്പസാരത്തിനു ശേഷം തന്നിൽ എന്തോ രൂപാന്തരം വന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അവിടെ വെച്ച് തന്റെ ദൈവവിളി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു പുരോഹിതനാകണം എന്നതായിരുന്നു അത്. ആയിരത്തി 1958 മാർച്ച് 11 വിയാ ദെവോദോയിലെ ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. ആയിരത്തി 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിച്ചു. 2001 ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നായിരുന്നു അദ്ദേഹം പാപ്പാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും പക്ഷം ചേരാൻ തന്റെ സ്ഥാനമാനങ്ങൾ ത്യാഗം ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള
ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച പാപ്പ അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ തന്റെ ഔദ്യോഗിക നാമമായി ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ചത്. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവകാശങ്ങൾക്കായി പാപ്പ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിട്ടുള്ള ഉദ്യമങ്ങൾ വിസ്മരിക്കാനാവുന്നതല്ല. അവഗണിക്കപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള പാപ്പയുടെ പരിഗണനയും കരുതലും ലോകം മുഴുവൻ മാതൃകയായി ഏറ്റെടുത്തു കഴിഞ്ഞു. യുദ്ധത്തിന്റെ യാതനകളിൽ അലയുന്നവരെയും നിരാലംബരാക്കപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പാപ്പയുടെ വാത്സല്യവും സ്നേഹവും നിരവധി പേർക്കാണ് താങ്ങും തണലുമായി മാറിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിലുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനങ്ങളിലുടനീളം അവിടെയുള്ള അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും പാപ്പയുടെ സന്ദർശന വേദികളാണ്. പാവപ്പെട്ടവരുടെ സംരക്ഷകനായും നിരാശ്രിതരുടെ ആശ്വാസമായും പാപ്പ അവരോടൊപ്പം ചെലവഴിക്കുന്ന രംഗങ്ങൾ ഏതു മനുഷ്യന്റെയും കണ്ണു തുറപ്പിക്കുന്നവയാണ്. മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള അദ്ദേഹത്തെ കാത്തിരുന്നത് തിരക്കേറിയ ദിനങ്ങളായിരുന്നു. അന്താരാഷ്ട്ര സംവാദങ്ങൾക്കും മാനവ വികാസത്തിനുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള അപ്പസ്തോലിക യാത്രകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഫ്രാൻസിസ് പാപ്പയുടെ ഇടപെടലുകൾ കഴിഞ്ഞ 6 വർഷത്തെ ലോക രാഷ്ട്രീയത്തെ തന്നെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള നീണ്ട ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പാപ്പയുടെ പങ്ക് വലുതാണ്. അഭയാർത്ഥികളുമായുള്ള ബന്ധത്തിൽ പ്രതികൂല നിലപാടുകളെടുത്ത രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ചൈനയുമായി പോലും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിൽ പാപ്പ വിജയിച്ചു. അദ്ദേഹത്തിന്റെ 32ാമത് അപ്പസ്തോലിക സന്ദർശനത്തിനായിരുന്നു കഴിഞ്ഞ നവംബർ 19 ജപ്പാൻ, തായ്ലൻഡ് രാജ്യങ്ങൾ വേദിയായത്. ഫെബ്രുവരി 3 മുതൽ 5 വരെ നടത്തിയ UAE സന്ദർശനം ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഒരു ഗൾഫ് രാജ്യം സന്ദർശിച്ചത്. UAE കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ സഹിയാന്റെ ക്ഷണപ്രകാരമായിരുന്നു പാപ്പയുടെ സന്ദർശനം. അബുദാബിയിലെ മാനവ സാഹോദര്യ സമ്മേളനത്തിനും അദ്ദേഹം പങ്കെടുത്തു. UAE വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിലെ നാഴികക്കല്ലായി മാറി മാർപ്പാപ്പയുടെ സന്ദർശനം. വിശ്വാസ സത്യങ്ങൾക്കും സഭാ പ്രബോധനങ്ങൾക്കുമായി പാപ്പ ശക്തവും ദൃഢവുമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ദൈവവചനത്തെ ആധുനികവൽക്കരിക്കുന്ന പുരോഗമനവാദികളെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഭാമക്കളെ വിശ്വാസത്തിൽ നയിക്കുന്നതിൽ ഏറെ പങ്ക് വഹിച്ചു. ദൈവശാസ്ത്ര മേഖലയിൽ യഥാസ്ഥിതികനായി അറിയപ്പെടുന്ന പാപ്പ ഭ്രൂണഹത്യ, കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ പരിഷ്കരണവാദികളെ നഖശിതാന്തം എതിർക്കുന്ന വ്യക്തിത്വമായിരുന്നു. സാധാരണക്കാരുടെയും സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവർക്കുമായി അദ്ദേഹം ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്.
സമൂഹത്തിലുള്ള വിവേചനങ്ങൾ സ്വർഗവാതിലിനു മുൻപിൽ അലമുറ ഉയർത്താൻ പോകുന്ന സാമൂഹിക പാപമായി അദ്ദേഹം പ്രസ്താവിച്ചു. നിരായുധീകരണത്തിനായി ലോകരാഷ്ട്രങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്നും അദ്ദേഹത്തിന്റെ മുൻഗണനയിലുള്ള ഒന്നാണ്. വൈദികരുടെ ദൗത്യത്തെപ്പറ്റിയും കടമകളെപ്പറ്റിയും പാപ്പയുടെ പ്രഭാഷണങ്ങൾ സഭയെ ശക്തിപ്പെടുത്തുന്നവയായിരുന്നു.